തിരുവനന്തപുരം പാറശാല ബദറുൽ ഇസ്ലാം HSSലെ ക്ലാസ് മുറികൾക്ക് സമീപത്തുകൂടിയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. പ്രശ്നം പരിഹരിക്കാൻ വർഷങ്ങളായി കയറിയിറങ്ങുന്നുവെന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ പറയുന്നത്. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, ഈ മിഥുന്റെ ജീവൻ നഷ്ടമായ സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. അതിന് പിന്നിലുണ്ടായിരുന്ന ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയും നമുക്ക് മുമ്പിലുണ്ട്. ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോഴൊക്കെയാണ് പിന്നീട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതലായി ശ്രദ്ധയിലേക്ക് വരുന്നത്. ഇവിടെ ഞെട്ടിപ്പിക്കുന്നത് എന്ന് പറയാവുന്ന തരത്തിലുള്ള കാര്യം, ഈ ഒരു പുതിയൊരു അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ സ്കൂളുകളിലൊക്കെ പരിശോധന നടക്കുന്നതാണ്. അതിനുശേഷം ആ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതാണ്. ഈ ഘട്ടങ്ങളിലൊന്നും ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അതിനെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ്? റിനു ശ്രീധർ. റിജിത്ത്, കൊല്ലത്ത് മിഥുന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചു. ഇനി ഈ ബദറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലും അത്തരമൊരു അപകടം ഉണ്ടാകണമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം വർഷങ്ങളായി സ്കൂൾ മാനേജ്മെൻറ്റ് മന്ത്രിക്കടക്കം, അതായത് കഴിഞ്ഞ ഭരണസമിതിയിലെ മന്ത്രിക്കടക്കം, വൈദ്യുത വകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും ഈ സ്കൂളിൻ്റെ ക്ലാസ് റൂമുകൾക്ക് സമീപത്തു കൂടിയാണ് ഈ LT ലൈനുകൾ കടന്നു പോകുന്നത്, KCB ലൈനുകൾ കടന്നു പോകുന്നത്. പക്ഷേ ഇതിനെ മാറ്റി സ്ഥാപിക്കുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പാറശാലയിലാണ്, തമിഴ്നാട് അതുപോലെ തന്നെ കേരള അതിർത്തിയിലാണ് ഈ ബദറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്കൂളിൻ്റെ അകത്തെ കോമ്പൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ തന്നെ രണ്ട് സംസ്ഥാനത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു 3 നില കെട്ടിടവും മറ്റൊരു വശത്ത് 2 നില കെട്ടിടവും. ഈ 3 നില കെട്ടിടം തമിഴ്നാട്ടിലും 2 നില കെട്ടിടം കേരളത്തിലുമാണ്. ഈ 2 നില കെട്ടിടത്തിൻ്റെ സമീപത്തു കൂടിയാണ് ഈ KCBയുടെ ഈ LT കണക്ഷൻ കേബിളുകൾ പോകുന്നത്. 11 KB കേബിളുകളും പോകുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി കേബിളുകളായിട്ടാണ്, അതായത് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വൈദ്യുത പ്രവാഹം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ പാറശാല AE ഉൾപ്പെടെ സമീപിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇതിന് ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് വരുമെന്നുള്ളതാണ്. സ്കൂൾ അധികൃതരുടെ പരാതിയെ തുടർന്ന് അധികൃതർ അവിടെ ഒന്ന് പരിശോധിച്ചു. 15 ലക്ഷം രൂപ അടുപ്പിച്ച് വേണം ഇത് മാറ്റി സ്ഥാപിക്കാൻ എന്നുള്ളതാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു പ്രയാസം എന്ന് പറയുന്നത്, ഇത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് ഇത് കടന്നു പോകുന്നത്. ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനുള്ളിലൂടെ ക്ലാസ് മുറിക്ക് സമീപത്തായി വലിയ അപകടം ഇവിടെ പതിഞ്ഞിരിക്കുന്നു. അതായത് LP കുട്ടികൾ മുതൽ ഹയർ സെക്കൻഡറി കുട്ടികൾ വരെയുണ്ട്. ഇത് മാറ്റി സ്ഥാപിക്കണമെങ്കിൽ മറ്റൊരു വശത്തുകൂടി, അതായത് തമിഴ്നാട്ടിൽ കൂടി വേണം വീണ്ടും തിരിച്ചത് കേരളത്തിലേക്ക് എത്തുവാൻ വേണ്ടി, ഈ കേബിളുകൾ എത്തിക്കുവാൻ വേണ്ടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് സാങ്കേതികമായി ചില ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുവരെയും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. വർഷങ്ങളായി ഈ സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ ഈ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് കയറി ഇറങ്ങുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിന് ഏതെങ്കിലും ഒരു ഉപായം അല്ലെങ്കിൽ ഒരു മാർഗം കണ്ടെത്തി ഇതിനെ മാറ്റണമെന്ന് തന്നെയാണ് അവർ നമ്മളോടും പങ്കുവെച്ചത്. ഇവിടെ ഈ രണ്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചില സാങ്കേതികത്വങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് വർഷങ്ങളായി ഈ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാലങ്ങളായി ഇത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നുണ്ട്. KCBയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണെങ്കിൽ സർക്കാർ തലത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടത്തി വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയം മാത്രമേ അവിടെയുള്ളൂ. എന്നിട്ടും അത് പരിഹരിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? KCBയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി എങ്ങനെയാണ്? സർക്കാർ തലത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന നടപടിയിലേക്ക് KCB കടന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ? റിജിത്ത്, നമ്മുടെ പരിശോധനയിൽ തമിഴ്നാട്ടിൽ കൃത്യമായി തന്നെ ഒരു നിയമമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ സ്കൂളുകൾക്കുള്ളിലൂടെ ഇലക്ട്രിസിറ്റി ലൈനുകൾ, അതായത് കേരള സംസ്ഥാനത്തിൻ്റെ മാർഗ്ഗരേഖ പോലെ തന്നെ തമിഴ്നാട്ടിലുമുണ്ട്. ഇത്തരത്തിൽ വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പികളോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്നുള്ളത് തമിഴ്നാട്ടിൽ കർശന നിർദ്ദേശമാണ്, നിയമമാണ്. അപ്പോഴേക്കും അവർ ഇത് മാറ്റുന്നതിന് വേണ്ടി ഒരു തടസ്സം നിൽക്കില്ല എന്നുള്ളത് ഉറപ്പുമാണ്. പക്ഷേ സർക്കാർ അതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, നമുക്കറിയാം, ഒരു പോസ്റ്റ് മാറ്റിയിടണമെങ്കിൽ പോലും KCBയിൽ ആ ഉടമ കാശടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൈൻ മാറ്റണമെങ്കിൽ 15 ലക്ഷം രൂപ സ്കൂൾ അധികൃതർ അടയ്ക്കണമെന്നുള്ളതാണ്. പക്ഷേ അത് അടയ്ക്കുവാൻ വേണ്ടി സ്കൂൾ അധികൃതരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. മാനേജ്മെൻറ്റ് സ്കൂൾ കൂടിയാണ്. പക്ഷേ സർക്കാരിന് ഇതിൽ ഇടപെടാം, ഒരു ഫണ്ട് ഇതിനു വേണ്ടി അനുവദിക്കാം, ഇത്തരം പദ്ധതികൾക്ക് വേണ്ടി അനുവദിക്കാം എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ KCB അധികൃതർ പറയുന്നത് ഇതുവരെയും ഇത് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടികളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഈ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ MLAയും മന്ത്രിയും അടക്കം ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം കാണുമെന്നുള്ളതാണ്. പരസ്യമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ മാനേജ്മെന്റ് അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഭയം അവർക്കുണ്ടായിരിക്കാം. പക്ഷേ അവർ നമ്മളോട് പറഞ്ഞത് ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങൾ ഉണ്ടാക്കി തരണം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വാർത്ത നമ്മൾ മന്ത്രിയുടെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും അധികൃതരുടെയും KCB മന്ത്രിയുടെയും ഒക്കെ തന്നെ മുന്നിലേക്ക് വെക്കുന്നത്. റിജിത.
ശരി, തേവലക്കരയിലെ മിഥുൻ്റെ അവസ്ഥ ഇനിയൊരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. കുടുംബത്തിൻ്റെ അവസ്ഥ ഇനിയൊരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജാഗ്രതയോടുകൂടിയുള്ള തുടർ നടപടികൾ ഉണ്ടാകണം. അതിനുവേണ്ടി സർക്കാരിന് മുമ്പിലേക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് വയ്ക്കുകയാണ്. റിനു ശ്രീധർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.